അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ മറുപടി. അതായത് വലിയ അന്വേഷണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, പക്ഷേ ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേറെ പടക്കമൊന്നുമില്ല. ഇതാണ് അതിൻ്റെ മറുപടി ഞാൻ നേരത്തെ പറഞ്ഞത്. അവർ നേരെ അങ്ങ് കർണാടകയിൽ പോയിട്ട് അങ്ങ് CBI എൻക്വയറി പ്രഖ്യാപിച്ചാൽ മതി. ഞാൻ മറുപടി പറയാൻ പോകുന്നത് അനിൽകുമാറിനാണ്. കാരണം നാണക്കേടോ നിൻ്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ നാണക്കേടോ നിൻ്റെ പേര് അനിൽകുമാർ. ഇപ്പോൾ 447 പോയി അദ്ദേഹത്തിൻ്റെ, 448 പോയി അദ്ദേഹത്തിൻ്റെ, പുസ്തകവും അനിൽകുമാർ. സിമ്പിളായിട്ടുള്ള കാര്യം നിങ്ങളെ ദേശാഭിമാനിയിൽ ഇന്ന് വലിയ സംസാരിച്ചല്ലോ. ഇടപെടല്ലേ? നിങ്ങളെ പറയട്ടെ, ഞാൻ പറയട്ടെ, അനിൽകുമാർ പറയട്ടെ. എന്റെ പേര് പറഞ്ഞ് ആക്ഷേപിച്ച് ഇടപെട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വക്താവെന്ന് പറഞ്ഞത് അനിൽകുമാർ. ഞാൻ എന്നെ കൊണ്ട് പറയേണ്ട കാര്യമില്ല എനിക്ക്. ശരി, ഞാൻ താങ്കൾ ഇപ്പൊ പറഞ്ഞതിലൂടെ താങ്കളുടെ മറുപടിയായി അഡ്വക്കേറ്റ് അനിൽകുമാർ. ഗോപാലകൃഷ്ണൻ, ഞാൻ പറയട്ടെ, ഒരു സെക്കൻഡ് അനിൽകുമാർ അനുവദിക്കെങ്കിൽ മാത്രം നിങ്ങൾ മിണ്ടാതിരിക്കുക. ജന്മഭൂമിയിൽ ഒരു ലേഖനം എഴുതിയത് പൈസ മേടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയില്ലേ? അതിന്റെ മറുപടി പറ. വീണാ വിജയൻ പൈസ മേടിച്ചിട്ട് പോയില്ലേ? അതിന്റെ മറുപടി പറ. ഇന്നത്തെ ദേശാഭിമാനിയുടെ ലേഖനമുണ്ട്. നിങ്ങൾ ചുറ്റും നിന്ന് പരിരക്ഷിക്കും ആരെ? അഴിമതിക്കാരിയെ. അതിന് മറുപടി പറയാ. അതിന് മറുപടി പറയാതെ 447 448 എൻ്റെ പുസ്തകം ഉണ്ടെന്ന് പറയുന്നതിന് നാണക്കേട്. ആ നാണക്കേടിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിനെ പരിരക്ഷിക്കാൻ പോകുന്ന ആളുകളുടെ പേരാണ് അനിൽകുമാർ അടക്കമുള്ള വക്താക്കള്. വ്യക്തിപരമല്ല, ഇത് സംഘടനാപരമാണ്. നിങ്ങൾക്ക് നാണക്കേടാണ് സർ. അഴിമതിയായി കാണണം. അത് വീണാ വിജയനായാലും ശരി, മുഖ്യമന്ത്രി ആയാലും ശരി, ആരായാലും ശരി. അഴിമതി തെളിഞ്ഞു ഇല്ലെങ്കിൽ നിങ്ങൾ പറ എന്താണ് സേവനമെന്ന്. ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? ജന്മഭൂമി പൈസ മേടിച്ചു എന്നല്ലല്ലോ. ജന്മഭൂമി ലേഖനം എഴുതി. ലേഖനം നാളെ എഴുതും. ജന്മഭൂമിക്ക് ലേഖനം എഴുതാൻ ആർക്കെ തടസ്സം? നിങ്ങൾ പൈസ മേടിച്ചതിനെ കുറിച്ച് പറയാ. ഹായ്, ഞാൻ ചോദിക്കട്ടെ, കിട്ടിയതിനെ കുറിച്ച് നിങ്ങൾ പറ. കിട്ടിയതിനെ കുറിച്ച് നിങ്ങൾ പറ. നിങ്ങൾ കിട്ടിയതിനെ കുറിച്ച് പറ. അവിടെ മാധ്യമങ്ങൾക്ക് 16 കോടി രൂപ കിട്ടിയതായി ഈ പറയുന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിലുണ്ട്. അതൊക്കെ തന്നെയും അങ്ങോട്ട് വകവെച്ചു കൊടുത്തിരിക്കുകയാണ്. ആദായ നികുതി ഇളവ് നൽകിയിരിക്കുകയാണ്. എന്തേ മാധ്യമങ്ങൾക്ക് 16 കോടി രൂപ കിട്ടിയിട്ടുണ്ട് എങ്കിൽ അതൊക്കെ തന്നെയും അവരുടെ ഇൻവോയ്സിന്റെ അടിസ്ഥാനത്തിൽ ബില്ല് ചെയ്ത പൈസയാണോ അതോ എഡിറ്റോറിയൽ എഴുതാൻ കൊടുത്തിരിക്കുന്നതാണോ എന്നുള്ള ഒരു പരിശോധന ഇല്ലാത്തത്? നിങ്ങൾ ഒന്നാന്തര മാധ്യമമല്ലേ? നിങ്ങൾ പരിശോധിച്ചോ ഏതൊക്കെ മാധ്യമത്തിനാ കിട്ടിയത്? നമ്മൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തോ. എനിക്കൊരു വിരോധമില്ല. ഞാൻ അതിനൊന്നും തർക്കിക്കാനില്ല. ഞാൻ അതിനൊന്നും തടസ്സം നിൽക്കുന്നില്ല. നിങ്ങൾ അന്വേഷിച്ചോ. നിങ്ങൾ ഒന്നാന്തര മാധ്യമമല്ലേ? നിങ്ങൾ അന്വേഷിച്ചോ. നിങ്ങൾ അന്വേഷിച്ചോന്ന്. നിങ്ങൾ ചോദിച്ചത് അനിൽകുമാറിന് ഉത്തരം പറയാൻ അവകാശമില്ല. അത് ഞാൻ നികേഷ് കുമാറിനോട് പറഞ്ഞോളാം. അനിൽകുമാറെ, Debate with MV Nikesh Kumar.